സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. നമ്മുടെ വേടനെ ഒരു മുസ്ലിം പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചോ ഓർമ്മയില്ല, നമുക്ക് കണ്ടോക്കാം. പക്ഷേ അതോടുകൂടി പൊട്ടിയൊലിച്ചു എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ മതപ്രേമം. കണ്ടോക്കൂ. കണ്ടില്ലേ, ഇതാണ് സംഭവിച്ചത്. തട്ടമിട്ട നല്ല കറുപ്പൊടുപ്പിട്ട വേടനെ പോലെ തന്നെ കറുപ്പ് വസ്ത്രത്തെ അപാരമായി പ്രണയിക്കുന്ന ഏതോ ഒരു ആരാധിക. ഈ ആരാധിക ആരാണെന്ന് എനിക്ക് ഒരു പിടുത്തൂല്ല. ഒരു ആരാധിക അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ ആരാധിക നമുക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും. കോയമ്പത്തൂരിന്ന് ഈ വേടനെ കാണാൻ വേണ്ടിയിട്ടും വേടന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ള ഒരു ആരാധികയാണത്. പക്ഷേ സംഭവിച്ചത് അതൊന്നല്ല. ഈ ഒരു സംഗതി നടന്നതിന് ശേഷം അല്ലേ, എന്തായാലും വേടനെ കെട്ടിപ്പിടിക്കുന്നു, അവന്റെ പുറത്ത് രണ്ടടി കൊടുക്കുന്നു, സ്നേഹത്തോടുള്ള ഒരു ആലിംഗനമാണ്. പക്ഷേ ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ കേരളത്തിലെ വേറെ ലോകത്ത് കേട്ടോ. ആ ലോകത്തിലെ പ്രശ്നങ്ങൾ ഇതിന്റെ കമന്റിലേക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ മാത്രമാണ് മനസ്സിലാകുക. പറയുന്നത് അനിൽകുമാർ പറയുന്നത് വേടൻ ഇസ്ലാമിന്റെ ടൂളാണ്, ഹിന്ദുക്കളെ തമ്മിലടിപ്പിച്ച് ഐക്യം തകർക്കാനാണ് ഇവനെ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് വേറൊരു വേട്ട വലിയൻ സംഖ്യയുടെ കമന്റ് ആണ്. അതിന്റെ തൊട്ട് താഴത്തൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഒരു ഗ്ലാസ് ബിയർ അടിച്ചാൽ വീട്ടിൽ പോലും വിലക്ക്, ഇവിടെ കഞ്ചാവ് അടിച്ച് റിമാൻഡിലായ ആളുമായി സെൽഫി എടുക്കാൻ തള്ളോട് തള്ളു എന്നാണ് അഷ്റഫ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാളുടെ രസകരമായ ഒരു കമന്റ് എടുക്കുന്നത് കേട്ടോ. അതിന്റെ ഒക്കെ താഴത്ത് ഭയങ്കര രസമുണ്ട്. അവസാനം പടച്ചവന്റെ വാക്കും തെറ്റി അന്യപുരുഷനെ ഹഗ് ചെയ്യുന്ന അവസ്ഥയിലായി വിറകു ഉള്ളികൾ. എന്തായാലും സ്റ്റേജിൽ കയറുന്ന ഹറാം എന്ന് പറഞ്ഞു നടന്ന ആള് കരണത്ത് അടി പോലെയായി ഇത് എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ. ഇതിനെ താഴത്തൊക്കെ ഭയങ്കര രസകരമായിട്ട് ഒരാള് അബ്ദുൽ ബാർ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിക്കുന്നത് ആ തട്ടം ഒഴിവാക്കാമായിരുന്നു, മറ്റുള്ളവർക്ക് നാണക്കേടാണ്. നോക്കൂ, നമ്മുടെ കേരളത്തിലെ ഇപ്പൊ അറിയപ്പെടുന്ന ഒരു അതിഗംഭീര സിംഗറാണ്, റാപ്പ് സിംഗറാണ് വേടെന്ന് പറയുന്നത്. റാപ്പ് എന്തെന്ന് ഞാൻ പറഞ്ഞു തരണ്ട, പലപ്പോഴും ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്താ രാഷ്ട്രീയവും സാമൂഹിക ബോധം ഉണ്ടാക്കലും ബോധവൽക്കരണമൊക്കെ ഈ പാട്ടിന്റെ ഇടയിൽ കൂടെ വേടൻ നടത്തുന്നുണ്ട്. താൻ അതിനു വേണ്ടിയിട്ടാണ് പാട്ട് പാടുന്നത് വേടൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാട്ട് കേൾക്കാൻ വരുന്നവര് ഒരിക്കലും വേടനെ പാട്ട് കേൾക്കാൻ വരുന്നവര് വേടൻ പറയാനാണെന്നോ വേടൻ നായരാണെന്നോ വേറെ നമ്പൂരിയാണെന്നോ ഇതൊന്നും നോക്കിയിട്ടൊന്നല്ല ഈ പാട്ട് കേൾക്കാൻ പറ്റുന്നത്. വേടനാണ്, പാട്ടാണ്. ആ പാട്ടിലൂടെ അവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ലോകത്തെ പറ്റിയിട്ട് വേടൻ പറയുന്നുണ്ട്. ജാതിയില്ലാത്ത, മതമില്ലാത്ത, വേർതിരിവിടില്ലാത്ത, കറുപ്പൊന്നും വെളുപ്പും തരത്തിലുള്ള വേർതിരിവ് കാണിക്കാത്ത ഒരു ഗംഭീര ലോകത്തെ കുറിച്ച് വേടൻ ഉറക്കെ പാടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വേടൻ അപാരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. ആ ഇഷ്ടപ്പെടുന്നവർ ഹിന്ദുക്കൾ ഉണ്ടായിരിക്കാം, മുസ്ലിം ഉണ്ടായിരിക്കാം, ക്രിസ്ത്യൻസ് ഉണ്ടായിരിക്കാം, എല്ലാ ജാതി മത വർഗ ഭേദമന്യേ എല്ലാവരെയും വേടൻ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ഈ ഒരു പെൺകുട്ടി വേടനുള്ള അപാരമായ ഇഷ്ടം കൊണ്ട് ആ വേടങ്ങനെ ഇഷ്ടപ്പെടുന്ന സമയത്ത് വേടൻ ഇഷ്ടപ്പെടുന്ന താൻ പെൺകുട്ടി തലയിൽ തട്ടത്തെ കുറിച്ചിട്ടോ താൻ വിശ്വസിക്കുന്ന മതത്തെ കുറിച്ചിട്ടോ താൻ ഫോളോ ചെയ്യുന്ന ആ മതത്തിനുള്ളിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടോ ഈ തട്ടമുള്ള പെൺകുട്ടി അവിടെ പോയിട്ട് വേടൻ കെട്ടിപ്പിടിച്ചോ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ പള്ളിയിലും മഹലിലും നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊന്നും ഈ പെൺകുട്ടി ആലോചിച്ചിട്ടുണ്ടാവില്ല എന്തായാലും. പക്ഷെ അത് ആലോചിക്കണമെന്നുള്ള ഇവരൊക്കെ കമന്റ് വെക്കുമ്പോൾ ആ തട്ടം ഒഴിവാക്കാമായിരുന്നു, മറ്റുള്ളവർക്ക് നാണക്കേടാണ്. ഇവിടെ തട്ടമിട്ട പലരും അതിനേക്കാൾ ഇതൊന്നും വൃത്തികേടല്ല കേട്ടോ, മഹാവൃത്തികൾ ചെയ്യുന്ന ഈ ലോകത്ത് അതിൽ വേറെ ആള് അതേ എന്നുള്ള കമന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ സംഖ്യകളുടെ കുരുവാണ് പൊട്ടാറുള്ളത്, ഇവിടെ സുഡാപ്പികളുടെയും കുരു ഗംഭീരമായി പൊട്ടുന്നുണ്ടെന്നുള്ളതാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്. എന്തായാലും റോബിൻ ജോസഫ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലുള്ളവർക്ക് ഭ്രാന്താണ്, ഇവൻ എന്താ സാമൂഹ്യ പരിഷ്കർത്താവാണ്, കുറച്ച് പാട്ട് പാടുന്നു, ഇവൻ എന്ത് കോപ്പി ചെയ്തു, ഇവന്റെ പുറകെയാണ് ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളും. സ്വയം ബോധം പൊതുവായി ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ രീതികൾ എന്ന രീതിയിൽ ഒരാള് എഴുതി വെച്ചിരിക്കുന്നത്. അയ്യോ, പർദ്ദയും ഇട്ട് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ച മംഗലാപുരത്തുള്ള ആണുങ്ങളുള്ള പോലീസ് അറസ്റ്റ് ചെയ്തവരെ എത്രയൊക്കെ മുകളിലാണ് വേടയാട്ടം നിങ്ങൾക്ക് വിട്ടുതരാൻ ജംഗൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ നേരം വരെ എഴുതണേ. ഇതിന് താഴത്ത് ആണും പെണ്ണും കൂടിക്കലർന്ന ജീവിതം ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുകൂടി ഒരാൾ പറയുന്നുണ്ട്. ആണും പെണ്ണും കൂടിക്കലർന്നിട്ടുള്ള ജീവിതം ഇസ്ലാം അനുവദിക്കുന്നില്ല, അത് ശരിയല്ല എന്നാണ് പറയുന്നത് ഒരാള്. ഇവളുടെ ഉപ്പയും ഉമ്മയും ഇങ്ങനെ ജീവിക്കുന്നവരായിരിക്കും എന്നാണ് അപാരമായിട്ടുള്ള മതവിശ്വാസമുള്ള ഒരാൾ പറയുന്നത്. അതേ ആൾ തന്നെ വീണ്ടും കമന്റ് ഇട്ടിട്ടുണ്ട്, ഇന്ന് തട്ടം എന്ന് പറഞ്ഞാൽ ഏത് വൃത്തികെട്ടവൾ ഇടുന്ന ഒരു കാലമാണ്.
പേര് മുസ്ലിം ആയിരിക്കും, പക്ഷെ നാറി ജീവിതമായിരിക്കും അവർക്ക് എന്നാണ് ഹബീബ് എന്ന് പറയുന്ന അപാരമായിട്ട് മതത്തെ സ്നേഹിച്ച പാവത്തിന്റെ കമ്പനി. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്കിപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ ഈ കലയെ സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ ഈ ആർട്ടിനെ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾ മതം എന്ന് പറയുന്ന വൃത്തികെട്ട പരിപാടി എടുത്തൊന്ന് മാറ്റി വെക്കണം. നിങ്ങളൊക്കെ ഈ ഹബീബ് എന്ന ആളുകളൊക്കെ ചിന്തിക്കുന്ന പോലെ തന്നെ എല്ലാവരും ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. ഇത് പുതിയ കാലഘട്ടമാണെന്ന് ഞാൻ നോക്കിയെടുത്തോളാം. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ ചുറ്റുപാടത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ മതം എന്ന് പറയുന്ന വൃത്തികേടിനെ 5 പൈസയ്ക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല പുതിയ പിള്ളേർ കേട്ടോ. ആ ഒരു കാര്യത്തിൽ നമ്മൾ അവരെ സമ്മതിക്കണം. അവർ കള്ളാണ്, കഞ്ചാവ് എന്നൊക്കെ പലരൊക്കെ പല വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും മതമേലധ്യക്ഷന്മാർ പറയുന്ന പല വാക്കുകളെയും 5 പൈസയ്ക്ക് ഒരു വിലയും കൊടുക്കാതെ തള്ളിപ്പറഞ്ഞ് നടക്കുന്നുണ്ട് പുതിയ കാലഘട്ടത്തിലെ പിള്ളേർ എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും മോഡേൺ വസ്ത്രം ധരിക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം പെൺകുട്ടികൾ മുഴുവൻ മോഡേൺ വസ്ത്രം ധരിച്ചേ നടക്കുള്ളൂ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി, ഏറ്റവും ഗംഭീര മോഡേൺ വസ്ത്രം ധരിക്കുന്നത് ആ ഒരു വിഭാഗം ആളുകളിൽ നിന്നായിരിക്കും നമുക്ക് നോക്കി കാണാൻ സാധിക്കും. ഇപ്പൊ പർദ്ദട്ട് അടക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിച്ചെറിയുന്ന ഒരു അവസ്ഥ അടക്കം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള മോഡേണിസവും നന്നായിട്ട് പുലുകി നടക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ മുസ്ലിം പെൺകുട്ടികൾ എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കും. എന്തായാലും ഗംഭീരമാണ്. ഈ കെട്ടിപ്പിടിക്കുന്നവർ മുസ്ലിം നാമധാരികൾ മാത്രമാണ് വേറൊരു ഇസ്ലാം സ്നേഹിയുടെ. ഇസ്ലാം നാമധാരികൾ എന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിലും അവരവരെ വിളിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികൾ എന്നാണ്. നോക്കിക്കോളൂ, ഭയങ്കര രസമാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാമിന്റെ പേരേ ഉള്ളൂ, ഇസ്ലാം നാമം മാത്രമേ ഉള്ളൂ, അവർ ഇസ്ലാമുകളല്ല എന്ന് മറ്റുള്ളവരെ തീരുമാനിച്ചു കളയും. ഇതെങ്ങനെയാണ് മറ്റൊരുത്തന്റെ ജീവിതത്തിലേക്ക് ഇടപെട്ട് അവരെങ്ങനെയാണെന്നൊക്കെ തീരുമാനിക്കുന്ന അറിയില്ല. ഒരു ഇസ്ലാം മതവിശ്വാസി ഒരു പാട്ടിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു പാട്ടിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് പ്രശ്നം? ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് ഒരു ആർട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണെന്ന് പ്രശ്നം? നോക്കി, ഇവരാരും മമ്മൂട്ടിയുടെ നെഞ്ചത്തേക്കോ മമ്മൂട്ടിയുടെ ഭാര്യയുടെ നെഞ്ചത്തേക്കോ ഇനിയിപ്പോ ദുൽഖറിന്റെ നെഞ്ചത്തേക്കോ ദുൽഖറിന്റെ ഭാര്യയുടെ നെഞ്ചത്തേക്കോ പോവില്ല. ഇവരൊന്നും പൊതുവേദിയിലേക്ക് തട്ടമിട്ട് പോകുന്ന ആൾക്കാരല്ല, അത്രയും ബോധമില്ലാത്തവരല്ല അവര്. അവർക്ക് അതൊക്കെ മതം, അത് ഞങ്ങളെ പേഴ്സണൽ സാധനമാണ്, അത് ഞങ്ങൾ കൊണ്ടു നടത്തിക്കോളാം, നിങ്ങൾ ആരും ഞങ്ങളെ മതം പഠിപ്പിക്കാൻ വരണ്ട എന്ന് മമ്മൂട്ടിയും വീട്ടുകാരൊക്കെ തീരുമാനിച്ച് കുറച്ചത്. നോക്കൂ, ഇതുപോലത്തെ കമന്റുകള് മമ്മൂട്ടിയുടെ മകൻ ഭാര്യയും കൊണ്ട് നടക്കുമ്പോൾ എത്ര മോഡേൺ വസ്ത്രം ധരിച്ച് അവർ നടക്കുന്നത്, അവർ തട്ടവിടാറുണ്ടോ? ഇല്ലെന്നേ. എന്നാൽ അവരെ അതിനടിയിൽ പോയിട്ട് നിനക്ക് നാളെ സ്വർഗത്തിൽ വിറക് ഉള്ളിയാവണ്ടേ മക്കളെ എന്ന രീതിയിൽ എഴുത്തുകളോ വാക്കുകളോ ആരെങ്കിലും എഴുതില്ല. പോയി വേണേക്കാൻ പറയും, എഴുതിയിട്ടും കാര്യമില്ല കേട്ടോ. കാരണം അവരുടെ കാര്യങ്ങളൊന്നും നിയന്ത്രിക്കാൻ അവരിറങ്ങില്ല. അതേസമയം നമ്മുടെ നാട്ടിൽ വില ചെറിയ കുറച്ച് പാവങ്ങളുണ്ടെങ്കിൽ അവരെ നെഞ്ചത്തേക്കൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യും, ഇവന്മാര് കുതിര കയറുന്നുള്ള. എന്തായാലും ഭയങ്കര രസകരമായ കാര്യമാണ്. ഒരു മുസ്ലിം പെൺകുട്ടി നമ്മുടെ വേടനൊന്ന് കെട്ടിപ്പിടിച്ചതേ ഉള്ളൂ, ആദാ നശിക്കുന്നു ആ മതം മുഴുവൻ. ഇങ്ങനെ ഒരു പാട്ടിനെ സ്നേഹിച്ചതുകൊണ്ട്, ഒരു കലാകാരനെ സ്നേഹിച്ചതുകൊണ്ട്, ഒരു കലാകാരനെ ഒന്ന് കെട്ടിപ്പിടിച്ചതുകൊണ്ട് ആ കെട്ടിപ്പിടുത്തൽ എന്ത് തേങ്ങ നഷ്ടപ്പെടാനുള്ളത്? ഒരു ആലിംഗനത്തിൽ നഷ്ടപ്പെടാനുള്ളത് ഒരു വലിയ മതബോധമാണെങ്കിൽ എത്ര മോശമാണ് ആ മതബോധം എന്ന് ആലോചിച്ച് നോക്കി. ഒരു പെൺകുട്ടി ഒരു പാട്ടുകാരൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നശിച്ചു പോകുന്ന സാധനമാണ് ഈ മതമെങ്കിൽ എത്രത്തോളം മോശമുള്ളൊരു മതമായിരിക്കും, എത്രത്തോളം എന്താ പറയുക വില കുറഞ്ഞൊരു മതമായിരിക്കണം. അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കേണ്ടത്. അങ്ങനെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങോട്ട് വ്രണപ്പെടുകയാണെങ്കിൽ ഇതിനെല്ലാം സമയം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ മാറ്റി വരുന്നു കേട്ടോ സുഹൃത്തുക്കളെ. ബൈ.